എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നിവിടെ പറയാനുള്ളത് കർക്കിടക മാസത്തെക്കുറിച്ചാണ്. പഴയ കാലത്തൊക്കെ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തന്നെ പൂജ ചെയ്യുന്നവരും അല്ലെങ്കിൽ ഉപാസകന്മാരൊക്കെ തന്നെ അവരുടെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കുടുംബദേവതയെ അല്ലെ കുലദേവതയെ പ്രാർത്ഥിക്കുകയും ഉപാസനയിലൂടെ അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നൊരു സമയമാണ് കർക്കിടക മാസം. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മളുടെ കുലദേവതയെ അല്ലെ കുടുംബദേവതയെ ഏറ്റവും കൂടുതൽ ഭജിക്കുകയും പ്രാർത്ഥിക്കുകയും അതുവഴി നമുക്ക് ഉപാസനയുടെ ശക്തി കൂട്ടാൻ പറ്റുകയും കുടുംബത്തിലേക്ക് ഐശ്വര്യമൊക്കെ വന്നു ചേരുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ കർക്കിടക മാസം. വീടുകളിൽ ഗണപതി ഹോമവും ഭഗവത് സേവയും വിശേഷ പൂജകളും ഒക്കെ നടത്തുന്ന ഒരു സമയം കൂടെയാണ് കർക്കിടക മാസം. അതുകൂടാതെ തന്നെ കർക്കിടക മാസത്തിൽ ഇരുന്ന് നാമം ജപിക്കാനും പ്രാർത്ഥനയിലൂടെ ശക്തി വർദ്ധിപ്പിക്കാനൊക്കെ ഏറ്റവും നല്ലൊരു സമയമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കർക്കിടക മാസം. നമ്മളും കുടുംബക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നമുക്കാവുന്ന പൂജകളും വഴിപാടുകളൊക്കെ ചെയ്യുക. അതുപോലെ ഗൃഹത്തിലാണെങ്കിലും വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയും രാമായണം വായിക്കുകയും, രാമായണ മാസം എന്നുകൂടെ കർക്കിടകത്തിന് പറയുന്നുണ്ടല്ലോ, രാമായണമൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുന്നത് വീട്ടിലേക്ക് ഐശ്വര്യം വരാനും സമ്പൽ സമൃദ്ധി വരാനും ഒക്കെ നല്ലതാണ്. അതുകൂടാതെ സുഖചികിത്സയ്ക്കും ശരീരം പുഷ്ടിപ്പെടുത്താനും ആരോഗ്യം വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ മരുന്നുകൾ ഉണ്ടാക്കാനും ഒക്കെ തന്നെ ഈ കർക്കിടക മാസം പഴയ കാലത്ത് തിരഞ്ഞെടുക്കുന്നുണ്ട്. വിശേഷമായിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ടാക്കി അല്ലെ ശരീരത്തിന് ഊർജം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഔഷധ കൂട്ടുകളൊക്കെ തയ്യാറാക്കി അതൊക്കെ സേവിക്കുകയും കളരിയിലൊക്കെ പോയി ഉഴിച്ചിലൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്ന സുഖചികിത്സയൊക്കെ ചെയ്യുന്ന ഒരു സമയം കൂടെയാണ് കർക്കിടക മാസം. ഉപാസന വർദ്ധിപ്പിച്ച് നമ്മളുടെ ഒരു വർഷത്തേക്കുള്ള കർക്കിടക മാസം എന്ന് പറയുമ്പം ഒരു വർഷത്തിൻ്റെ അവസാനത്തെ മാസമാണ്, 12ാമത്തെ മാസമായിട്ടാണ് കർക്കിടകത്തിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഇനി വരുന്നൊരു വർഷം നമുക്ക് ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കുകയും പൂജാകാര്യങ്ങളിലും അല്ലെങ്കിൽ നമ്മളുടെ ധർമ്മദൈവങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ വരുത്തുകയൊക്കെ ചെയ്യേണ്ട ഒരു സമയം കൂടെയാണ് ഈ കർക്കിടക മാസം. അപ്പം അതിൻ്റെ സവിശേഷതകളൊക്കെ ഉൾക്കൊണ്ട് നമ്മളുടെ ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ഉപാസനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി കുടുംബദേവതയുടെയും പരദേവതയുടെയും കുലദേവതയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങേണ്ട ഒരു സമയമാണ് ഈ കർക്കിടക മാസം. അപ്പോൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് നമുക്ക് സർവ്വ ഐശ്വര്യവും വന്നു ചേരും. കൂടാതെ നമ്മളുടെ പരമ്പരയ്ക്കും സന്തതി പരമ്പരയ്ക്കും കൂടെ ഏറ്റവും ഐശ്വര്യം വരുത്തുന്ന ഒരു കാര്യവും കൂടെയാണ് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ വിശേഷമായിട്ട് പൂജകളും പുഷ്പാഞ്ജലിയും പിന്നെ നാമം ജപവും ഒക്കെ കൊണ്ട് നടക്കുകയാണെങ്കിൽ. അപ്പോൾ അത് നമ്മൾ ചെയ്യുകയും ചെയ്യുക, നമ്മളുടെ പരമ്പരയ്ക്ക് അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലെ അംഗങ്ങൾക്കും അതിൻ്റെ വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം എന്ന് മാത്രം പറയുന്നു. എല്ലാവർക്കും ദേവീദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.